സുലൈമാൻ നബി അലൈഹിസ്സലാം അകലങ്ങളിൽ കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് തൻ്റെ മുമ്പിൽ എത്തിക്കുക എന്ന തീർത്തും അഭൗതികമായ കാര്യത്തിന് തൻ്റെ മുമ്പിലുള്ള സദസ്സിനോട് സഹായം തേടിയതായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. അഭൗതികമായ ഒരു കാര്യം നടക്കാൻ സൃഷ്ടികളോട് സഹായം തേടിയ സുലൈമാൻ നബിയെ എങ്ങനെ ന്യായീകരിക്കും? അഭൗതിക മാർഗത്തിൽ സഹായം തേടലാണല്ലോ പ്രാർത്ഥന അല്ലാഹുവില്ലാത്തവരോട് പാടില്ലല്ലോ. അപ്പോൾ ഒരു ജിന്നിനോടാ പറയുന്നത് എന്ത്? അവിടെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം സിംഹാസനം ഇവിടെ നിമിഷങ്ങൾക്ക് അവരിവിടെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഉടനെ ഇങ്ങോട്ട് എത്തിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കാണ് കഴിയുക? അത് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ചെയ്യാൻ പറയുമ്പോൾ സൃഷ്ടികളുടെ കഴിവിൽ അഭൗതികമായ കഴിവിലൂടെ സഹായം ഇവിടെ ആവശ്യപ്പെട്ടില്ലേ? അപ്പൊ സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ? അപ്പൊ നിങ്ങളെ ഇതാണ് ശിർക്കാവേണ്ട. കാരണം അഭൗതിക മാർഗത്തിൽ ഉള്ള സഹായം തേടി. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം അകലങ്ങളിൽ നിൽക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് തന്റെ മുമ്പിലെത്തിക്കുക എന്ന തീർത്തും അഭൗതികമായ കാര്യത്തിന് തന്റെ മുമ്പിലുള്ള സദസ്സിനോട് സഹായം തേടിയതായി ഖുർആൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിക്കാൻ വിഭാഗത്താണെന്നാണല്ലോ. എന്നാൽ ഖുർആനിൽ തന്നെ ഇങ്ങനെ പറയുന്നതും ഷബാബിലുണ്ട്, അങ്ങനെ ഖുർആനിലുണ്ട്. അഭൗതികമായ ഒരു കാര്യം നടക്കാൻ സൃഷ്ടികളോട് സഹായം തേടിയ സുലൈമാൻ നബി എങ്ങനെ ന്യായീകരിക്കും? നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് നിങ്ങളെന്താ പറഞ്ഞത്? അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി മനസ്സിനുള്ളിൽ രൂപം കൊള്ളുന്ന ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ കാതൽ അഥവാ ഇബാദത്ത് എന്നാണ് കാണാൻ കഴിഞ്ഞത് ജവാബിൽ എഴുതിയിട്ട്. അതനുസരിച്ച് സുലൈമാൻ നബി പറഞ്ഞത് ഇബാദത്താകണ്ടേ എന്ന് ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് അതിൽ തന്നെ കൊടുക്കുന്ന മറുപടി, ഇന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അപ്പൊ അഭൗതിക കഴിവ് ജിന്നുകൾക്ക് നൽകുന്ന കഴിവ് അഭൗതിക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സൃഷ്ടിക്കും നൽകിയ കഴിവ് എന്തല്ല അഭൗതികമല്ല, സൃഷ്ടികളുടെ കഴിവ് കാര്യകാരണ ബന്ധാടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അത് ഇവിടെ എഴുതി. ആരാ എഴുതിയത്? ഷബാബിന്റെ ആള് എഴുതി. അവിടെ നേരത്തെ മുസ്ലിയാർ പറഞ്ഞല്ലോ മനുഷ്യ കഴിവിന് അതീതമായത് ജിന്നുകൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന്. അത് അവിടെ മാത്രമല്ല ചെയ്യുമെന്ന് സക്കരിയ സലാഹി അംഗീകരിക്കുന്നു. എന്നാൽ ഷബാബിലും അങ്ങനത്തെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന് കഴിയാത്തത് സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നല്ല പറഞ്ഞത്, മനുഷ്യ കഴിവിന് അതീതം. മനുഷ്യ കഴിവിന് അതായത് പറഞ്ഞത് മനുഷ്യന് കഴിയാത്തത് ആനയ്ക്ക് കഴിയും, ആനയ്ക്ക് കഴിയാത്തത് നായ്ക്ക് കഴിയും, നായ്ക്കും ആനയ്ക്കും പറവയ്ക്ക് കഴിയുന്നത് കരജീവികൾക്ക് കഴിയുന്നതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഓരോ സൃഷ്ടിക്ക് ഓരോ കഴിവുണ്ട്. അതുകൊണ്ട് മനുഷ്യ കഴിവിന് അതീതമായ വലിയ തടി പിടിക്കാൻ ആനയോട് ആവശ്യപ്പെടുന്ന ഭൗതിക മാർഗത്തിലുള്ള സഹായത്തേറ്റമല്ലേ ശിർക്കാകേണ്ടത് എന്ന് പറയുന്നതിന് അർത്ഥമല്ല. അതേ പ്രകാരം ആനകൾ തടി വലിച്ചിങ്ങനെ പോകുമ്പോൾ ഉറുമ്പ് കാണുന്നോ എന്താ ആനകളുടെ അഭൗതിക കഴിവ് കണ്ടില്ലേ? നമ്മൾ അനക്കാൻ കഴിയാത്തത് ഒരാൾ ഒറ്റക്കെടുത്തിട്ട് അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ്. അതേ പ്രകാരം മലായിക്കത്ത് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത്, മനുഷ്യന്റെ അഭൗതിക കഴിവ് നമുക്കൊന്നും കഴിയാത്ത ഭക്ഷിക്കുക, എന്നിട്ട് ഭക്ഷ്യം സാധനം തന്റെ ആമാശയത്തിൽ എത്തി പിന്നെ അത് അവിടെ വെച്ച് അത് ദഹിച്ച് വിസർജ്യമായി മാറിക്കൊണ്ട് പിന്നെ അത് അവൻ പുറത്തേക്ക് ഒഴിക്കുന്നു. എന്താണ് മനുഷ്യന്റെ അഭൗതിക കഴിവ് എന്ന് ചിന്തിക്കുന്നതിന് അർത്ഥമല്ല. ഒരു സൃഷ്ടിക്ക് കഴിയാത്തത് വേറൊരു സൃഷ്ടിക്ക് കഴിയും, വേറൊരു സൃഷ്ടിക്ക് കഴിയാത്ത ഒരു സൃഷ്ടിക്ക് കഴിയും. പക്ഷേ ഓരോക്കെയും കാര്യകാരണ ബന്ധാടിസ്ഥാനത്തിലൂടെയാണ്. അതൊന്നും അഭൗതിക കഴിവല്ല, എല്ലാം ഭൗതിക കഴിവാകുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ മനസ്സിലാക്കണം, അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. അതാണ് സൃഷ്ടികൾക്ക് ആർക്കും ആ കഴിവ് നൽകിയിട്ടില്ല, അതാണ് അഭൗതിക കഴിവ്. അതാ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു സൃഷ്ടിക്ക് കഴിയാത്ത വേറെ സൃഷ്ടിക്ക് അഭൗതികം, വേറെ സൃഷ്ടിക്ക് കഴിയാത്ത മറ്റേ സൃഷ്ടിക്ക് അഭൗതികം എന്നല്ല, ഒരു സൃഷ്ടിക്കും കഴിയാത്ത കഴിവാണ് അഭൗതികമായ കഴിവ് എന്നുള്ളത് ആണ് നമ്മൾ അഭൗതിക കഴിവ് എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുലൈമാൻ നബിന്റെ ജിന്നുകൾ ആകാശത്തിലൂടെ ആ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇളക്കി പറിച്ചുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് പറന്ന് ഇവിടെ എത്തി ഇവിടെ വെച്ചു എന്ന് വെക്കുക. എന്നാൽ അത് എന്താകുന്നില്ല, അഭൗതിക മാർഗത്തിലുള്ള കഴിവിൽ വിശ്വസിക്കുന്നില്ല, അത് അതിൻ്റെ കഴിവ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മറ്റൊരു എഴുതിയത്, എവിടെ ആ പണ്ഡിതൻ ആ മുസ്ലിയാർ എഴുതിയപ്പോൾ അതിന് മറുപടിയായി എഴുതിയത് എന്ത്?
ജിബ്രീൽ അലൈഹിസ്സലാമിന് ഹിമാലയം ഇളക്കിപ്പറിച്ചുകൊണ്ട് തൻ്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ശത്രുക്കളുടെ നാട്ടിൽ പോയി അട്ടിമറിക്കാൻ കമഴ്ത്തിയടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന് കഴിയുമെന്നും ഒരാൾ വിശ്വസിച്ചാൽ അവിടെയും അഭൗതിക മാർഗത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ അതിന് കൊടുത്ത ശക്തി കാര്യകാരണ ബന്ധം എന്ന് മാത്രമേ വിശ്വാസം വരുന്നുള്ളൂ. ഇക്കാര്യമാണ് പറഞ്ഞത് എന്നല്ലാതെ ഇതിൻ്റെ അപ്പുറമായിട്ട് ഇക്കാര്യത്തിലൊന്നും എഴുതിയിട്ടില്ല. പിന്നീട് അവിടെ ഇത് വന്നത് ഇങ്ങനൊക്കെ അഭൗതികമായ കഴിവ്, അതുകൊണ്ട് ഇത് പ്രാർത്ഥന ആവുന്നതല്ലേ. അതേ പ്രകാരം തന്നെ എന്താണ് മനുഷ്യ കഴിവിനതീതം, സൃഷ്ടികളുടെ കഴിവിനതീതം എന്ന് ഒന്നും നമ്മൾ വിവേചിക്കേണ്ടതില്ല എന്ന്. മനുഷ്യ കഴിവിൻ്റെ അതീതം മനുഷ്യനോട് മനുഷ്യന്റെ കഴിവിന് അതീതമായിട്ട് ചോദിക്കാൻ പറ്റില്ല. പിന്നെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായിട്ട് ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പറ്റില്ല. ഒരു സൃഷ്ടിക്കും കഴിയുന്നില്ലെങ്കിൽ അത് അപ്പോഴാണ് പ്രാർത്ഥന ആകുക. അപ്പൊ മനുഷ്യ കഴിവിനകത്ത് നമ്മൾ നിർവചനമാക്കേണ്ടതില്ല. രണ്ടും ശരിയാണ് എന്നുള്ളത് അങ്ങനെ രണ്ടും ശരിയാണ്. നിർവചനാണെങ്കിൽ രണ്ടും ശരിയാവില്ല. പക്ഷെ ഇവിടെ മുഅ്ജിസത്ത് അമാനുഷിക കഴിവെന്ന് വാസ്തവത്തിൽ ജിന്നുകൾക്ക് കഴിയുമോ? ഖുർആനിന് തുല്യമായതൊന്നും കൊണ്ടുവരാൻ. എന്നാലും എന്താ പറയുന്നത്? മുഅ്ജിസത്ത് അമാനുഷിക കഴിവെന്നാ. പക്ഷെ ഖുർആൻ മുഅ്ജിസത്ത്. പക്ഷെ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? അപ്പം അതനുസരിച്ച് അതേപോലെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായത് നിർവചനം അനുസരിച്ച് സൃഷ്ടികൾക്ക് ആർക്കും ചെയ്യാൻ കഴിയാത്തതെന്ന. പിന്നെ നമ്മൾ രണ്ടും കൂടി ഒരു സമന്വയം ഉണ്ടാക്കിക്കൊണ്ട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ നിർവചനമാകുമ്പോൾ നിർവചനം ഇബാദത്ത് എന്നാൽ എന്ത്, പ്രാർത്ഥന എന്നാൽ എന്ത്, അത് നിർവചിക്കുമ്പോൾ അതിവ്യാപ്തി ഉണ്ടാവരുത്. വ്യാപ്തി ഉള്ളതും അതിവ്യാപ്തി തടയുന്നതുമായിരിക്കണം. അതല്ലേ ജാമ്യമാനിയാവേണ്ടത്. അങ്ങനത്തെ ഒരു നിർവചനം പറയുമ്പോൾ അതനുസരിച്ച് അങ്ങനെ പറയണം. അല്ലല്ല സൃഷ്ടികളോട് മനുഷ്യരോട് ചോദിക്കുമ്പോൾ മനുഷ്യ കഴിവിൽപ്പെട്ടതാകണം, മറ്റു സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിർവചനത്തിൽ ഒരു അപാകതയില്ല എന്നും പറഞ്ഞിട്ട് നിർവചനം പഴയതും ശരി പുതിയതും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് ആ നിർവചനം മാറ്റണം എന്നൊരു ആഗ്രഹം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മാറ്റണം എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത് മനസ്സിലാക്കണം എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഈ വിഷയത്തിൽ തന്നെ ശബാബിൽ വന്ന മറ്റു ഭാഗങ്ങൾ കൂടി കേൾക്കുക. ശബാബിലെ ചോദ്യം. അപ്പൊ ആദ്യം ഒരു ചോദ്യം വായിച്ചല്ലോ, അതിന്റെ മറുപടി കണ്ടല്ലോ. ഇനി മുഅ്മിനുകളായ സജ്ജനങ്ങളോട് സഹായം തേടാമോ? ഇതിന് മറുപടി ചോദ്യം വായിക്കട്ടെ. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, ഈ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിദുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിന് മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും നിത്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന്. ചോദ്യമാണ്. എന്താ ചോദിച്ചത്? ചോദ്യം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്ന് സഹായിക്കണേ എന്ന് പറയണം. ആത്മാക്കളാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ മരുഭൂമിയിൽ സാരികളായ ജിന്നുകളൊക്കെ ഉണ്ടാവും. അവരോട് സഹായിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പം